സകല മനുഷ്യരുടെ ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഒരു ശുഭകാലം, ഒരു നല്ല കാലം ഉണ്ടാകുന്നത്? പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കുന്നു എങ്കിൽ അരുതാത്തതൊന്നും പറയാതെ, അരുതാത്ത ദോഷമൊന്നും നാവുകൊണ്ട് ചെയ്യാതെ നിങ്ങൾ ഒരു സമർപ്പണ ജീവിതം നയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ശുഭകാല ഉറപ്പാണെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നാവുകൾ ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നാവുകൊണ്ട് നിങ്ങൾ ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ തീരുമാനിക്കണം, ഇനിയും ഞാൻ ആർക്കും ദോഷം ചെയ്യത്തില്ല. എന്താ കാര്യം? എനിക്കൊരു ശുഭകാലം വേണം. ഇസ്രായേലിന്റെ പുസ്തകത്തിലുണ്ട് ഒരു ശുഭയാത്ര. ഇരമ്യാ പ്രവചനത്തിലുണ്ട് ഒരു ശുഭഭാവി. നിങ്ങൾക്കൊരു ശുഭഭാവി, നിങ്ങൾക്കൊരു ശുഭയാത്ര, ആമേൻ, നിങ്ങൾക്കൊരു ശുഭകാലം വരാൻ പോകും.